بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. എന്ന് വെച്ചാൽ ഭൂരിപക്ഷ ആളുകളുടെയും ആയുസ് അങ്ങനെയാണെന്നർത്ഥം. അതിനേക്കാൾ കുറഞ്ഞ ആയുസ്സുള്ളവരുണ്ടാവും, അതിനേക്കാൾ കൂടുതൽ ആയുസ്സുള്ളവരുണ്ടാവും. അത് അപൂർവമാണ്. അതിൽ നിന്ന് 90-100 വയസ്സൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അപൂർവങ്ങളിൽ അപൂർവമാണ്. അതോടുകൂടെ മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ലവൻ, അല്ലാഹു കൂടുതൽ ഖൈർ ചെയ്തവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈർ ചെയ്തവൻ മൻ ത്വാല ഉംറുഹു, അവൻ്റെ വയസ്സ് നീണ്ടുപോയി, കുറേ വയസ്സ് അള്ളാഹുവിനക്ക് നൽകി, വഹസുന അമലുഹു, അവൻ്റെ അമല് നന്നാവുകയും ചെയ്തു. കുറേ വയസ്സ് ഉണ്ടാകുന്നതോട് കൂടെ ആ ആയുസ് മുഴുവനും നല്ല അമലുകൾ ചെയ്യാൻ അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു കൊടുത്തു. എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്, ഒരു മനുഷ്യനിക്ക് അള്ളാഹു ചെയ്യുന്ന വലിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒന്ന് ആരോഗ്യം. അതോടുകൂടെ തന്നെ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ ആ സമയങ്ങളൊക്കെ ഇബാദത്തിലായി ഉപയോഗപ്പെടുത്തുവാനുള്ള സാഹചര്യം അത് അള്ളാഹു ഒരുക്കി കൊടുക്കുന്നതാണ്. സമയങ്ങളൊക്കെ ഇബാദത്തിലായി അള്ളാഹ് പൊരുത്തപ്പെട്ട മാർഗത്തിലായി ഉപയോഗിക്കുവാനുള്ള സാഹചര്യവും സൗകര്യവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന വലിയ ഒരു അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഇബാദത്ത് ചെയ്യാൻ സാഹചര്യവും അവസരവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ സ്വഹാബത്തിന്റെ ആയുസുകളും അതേപോലെ തന്നെ താബിഈങ്ങൾ, ഇവരുടെയൊക്കെ ആയുസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതൊക്കെ തന്നെ ഈ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് കാണുന്നത്. 4 ഇമാമിങ്ങളായ മഹാന്മാരെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ വയസ്സുള്ള ആള് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ആണ്. ഷാഫിഈ ഇമാമിന് 54 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. 54 വയസ്സിന്റെ ഇടയിലാണ് ലോകത്ത് പ്രശസ്തനാകുന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ അള്ളാഹു ചെയ്യുവാൻ തൗഫീഖ് നൽകിയത്. ചെറുപ്പം മുതലേ നല്ല ശിക്ഷണം കിട്ടി. ബാപ്പ നേരത്തെ മരിച്ചുപോയെങ്കിലും നല്ലൊരു ഉമ്മയായിരുന്നു. ആ ഉമ്മ നല്ലപോലെ നോക്കി വളർത്തി, ഓരോന്നും സന്ദർഭത്തിനൊത്ത് പ്രവർത്തിച്ചു. ഓരോ സന്ദർഭത്തിൽ ചെയ്തു കൊടുക്കേണ്ടത് ആ സന്ദർഭത്തിൽ ചെയ്തു. അതൊക്കെയാണ് രക്ഷിതാക്കന്മാരുടെ കർത്തവ്യം. മക്കൾക്ക് ഓരോ സന്ദർഭത്തിലും ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്തു കൊടുക്കണം. അതൊക്കെ ചെയ്തു. ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ പ്രസവിക്കപ്പെട്ട അവസരത്തിൽ ബാങ്ക് കൊടുക്കുന്നതും മറ്റ് ആയത്തുകളും സൂറത്തുകളും ഓതിക്കൊടുക്കുന്നതും മധുരം കൊടുക്കുന്നതും, ഇത്തരം കാര്യങ്ങൾ മധുരം കൊടുക്കാൻ സ്വാലിഹീങ്ങളായ ആളെ സമീപിക്കുക, സ്വാലിഹീങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കുക, സ്വാലിഹീങ്ങളുടെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുപോവുക, സ്വാലിഹീങ്ങളെ കൈ കുട്ടികളെ തലയിൽ വെച്ചു കൊടുക്കുക, സ്വാലിഹീങ്ങൾ പേര് വിളിക്കുക, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ. അതേപോലെ ഇൽമ്, ഖുർആൻ, ഇതൊക്കെ തുടങ്ങുമ്പോൾ അതൊരു സ്വാലിഹായ മനുഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി കുട്ടികൾക്ക് ഇൽമ് തുടങ്ങിക്കൊടുക്കുക, ഖുർആൻ ഓതി കൊടുക്കുക, എഴുത്ത് പഠിപ്പിക്കുക,
ഇങ്ങനെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ തുടക്കം മുതലേ ചെയ്തു കൊടുക്കാൻ സമയം കണ്ടെത്തണം. ഇതിനൊക്കെ അവസരങ്ങളും സമയങ്ങളും നമ്മൾ കണ്ടെത്തണം. ഇതിനൊക്കെ തന്നെയാണ് നമ്മുടെ സമയങ്ങൾ. ഇങ്ങനെ മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ തുടക്കം മുതലേ ഉമ്മ ശ്രദ്ധിച്ചു. അവിടെ പിന്നെ സാമ്പത്തികമായ പ്രയാസങ്ങളോ മറ്റൊന്നും ഉമ്മക്കൊരു പ്രശ്നമായില്ല. വല്ലാത്ത സാമ്പത്തിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ സന്ദർഭത്തിനൊത്ത് ശ്രമിച്ചപ്പോ എക്കാലത്തും ലോകം സ്മരിക്കുന്ന ഓർമ്മിക്കുന്ന ഒരു മഹാപണ്ഡിതനായി ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വളർന്നു. ഇപ്പൊ നോക്ക്, നമ്മൾ ഈ മേലെ പറമ്പിൽ ഇരുന്നിട്ട് ഷാഫി ഇമാമിന്റെ പേര് പറഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു എല്ലാവരും ചൊല്ലി. അതൊരു വലിയ ദുആ അല്ലേ അത്. അപ്പൊ ആ ദുആ ഷാഫി ഇമാമ് വഫാത്തായിട്ട് 1250 കൊല്ലമായി. 1250 കൊല്ലമായിട്ടും ഷാഫി ഇമാമിനെ സംബന്ധിച്ച് നമ്മൾ അനുസ്മരിക്കുകയാണ്. ഇതാണ് മഹാഭാഗ്യം. എത്ര ആൾക്കാർ മരിച്ചുപോയി, എത്ര മുതലാളിമാര് മരിച്ചുപോയി, എത്ര ശാസ്ത്രജ്ഞന്മാര് മരിച്ചുപോയി. ആരാണ് അവരെ ഓർക്കുന്നത്? ആരെങ്കിലും അവരെ പറ്റി ഓർക്കുന്നുണ്ടോ? നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുകയും ആ ദീൻ അനുസരിച്ച് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്ത ആളുകളെ എല്ലാ കാലത്തും ആളുകൾ അനുസ്മരിക്കും. എല്ലാ കാലത്തും അനുസ്മരിക്കും. ഇപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ദിനമായിരുന്നു ഇന്നലെ. അപ്പൊ ഏകദേശം 2 കൊല്ലത്തോളമായി ആ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോഴൊക്കെ മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെ, മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ, കെ ഹസൻ മുസ്ലിയാരെ പോലെ ഇങ്ങനത്തെ മഹാന്മാരായ ആളുകളൊക്കെ അനുസ്മരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ അനുസ്മരിക്കുന്നു, അവർക്ക് ദുആ കിട്ടുന്നു. അപ്പോഴ് ഇവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, 60-70 ഇടയിലാണ് ആയുസ്. ആ ആയുസ് കാലത്തിൽ അവനേക്കാളും പ്രായമുള്ള ആളുകൾ ജീവിക്കുന്നു, അവൻ മരിച്ചു പോകുന്നു. മക്കൾ മരിക്കുന്നു, ബാപ്പ ജീവിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അനുജൻ മരിക്കുന്നു, ജ്യേഷ്ഠൻ ജീവിക്കുന്നു. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ കാണാം. മൂത്ത ആള് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു, കീഴ്പ്പെട്ടുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് മേലെ പറമ്പിലും എല്ലായിടത്തും അത് അനുഭവങ്ങളാണ്. അപ്പോ 60-ന്റെയും 70-ന്റെയും ആവറേജ് വയസ്സ് അത്രയാണെന്ന് അർത്ഥം. അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നത് ചില ആൾക്കാർക്ക് അള്ളാഹു കൊടുക്കും. ഷാഫിഈ ഇമാമ് 53 വയസ്സേ ഉള്ളൂ, 54 വയസ്സേ ഉള്ളൂ. എന്നാൽ അതിലേറ്റവും കൂടുതൽ വയസ്സുള്ളത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനാണ്. അങ്ങനെ ഓരോരുത്തർ ചിന്തിക്കുമ്പോൾ നവവി ഇമാമിനിക്ക് 45 വയസ്സേ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിട്ടുള്ളൂ. അബൂ ഹമദ് ഗസാലി റളിയല്ലാഹു തആല അൻഹുവിന് 55 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. ഗസാലി ഇമാമൊക്കെ വലിയ ലോക പ്രശസ്തനായ പണ്ഡിതനല്ലേ. അപ്പോഴൊക്കെ ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ആയുസിന്റെ ഇടയിൽ നമുക്ക് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള അവസരം അത് ഈ ഭൂമിന്റെ മുകളിൽ നമ്മൾ ജീവിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഭൂമിന്റെ മുകളിൽ ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം ഭൂമിന്റെ ഉള്ളിലുണ്ടാവും നമ്മൾ കുറെ കാലം. ആ ഭൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് പിന്നെ ആഖിറത്തിലായി. ആഖിറത്തിൽ പിന്നെ ഇബാദത്തിന്റെ ഒരു വിഷയമില്ല. സ്വർഗത്തിലും ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സ്വർഗത്തിലും ഇല്ല, മഹ്ശറിൽ ഇബാദത്തില്ല, ഖബറിന്റെ ഉള്ളിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. പിന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ, രാജാവായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുവാൻ നമുക്ക് ഈ ഭൂമിന്റെ മുകളിലെ അവസരമുള്ളൂ. അതും ചെറുപ്പകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ പോയി. പിന്നെ കുറെ കഴിഞ്ഞ് വയസ്സായി കഴിഞ്ഞാലാണെങ്കിലോ ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കുറച്ച് സമയം മാത്രമാണ് ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇബാദത്ത് ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, അല്ലാഹ് എന്ന് പറയാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാനൊക്കെയുള്ള നമുക്കുള്ള അവസരങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ആൾക്കാർ അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ
ആളുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ കൊച്ചിയിൽ ജനിച്ചു, പൊന്നാനിയിൽ വളർന്നു. അങ്ങനെ പൊന്നാനിയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായി ഈജിപ്തിൽ പോയി അവിടെ അൽ അസ്ഹറിൽ പോയി ഇൽമു പഠിച്ച ആളാണ് മഖ്ദൂം റളിയല്ലാഹു അൻഹു. ആ മഖ്ദൂം നമ്മുടെ നാട്ടിൽ വന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ സൂഫീസ് ഒക്കെ ഉണ്ടായത്. തസവുഫ്, സൂഫീസം, ആത്മീയ വിജ്ഞാനങ്ങളൊക്കെ പ്രചരിച്ചത് മഖ്ദൂമിന്റെ ആ പ്രവർത്തനം കൊണ്ടാണ്. മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ പോയി ഒരുപാട് സൂഫിയാക്കളെ കണ്ടു, സ്വാലിഹീങ്ങളെ കണ്ടു, അവരുമായി ബന്ധപ്പെട്ടു, അവരിൽ നിന്ന് ഇൽമു പഠിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയൊരു കിതാബാണ് അദ്കിയാഹ് എന്ന് പറയുന്ന ഒരു കിതാബ്. ആ കിതാബിന്റെ പൂർണ്ണ നാമം ഹിദായത്തുൽ അദ്കിയാഹി ഇലാ തരീഖിൽ ഔലിയാ എന്നാണ്. അതിന്റെ പേരിട്ടിരിക്കുന്നതിന്റെ മഹാനവറുകൾ അങ്ങനെയാണ്. അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാരുടെ മാർഗങ്ങൾ, അവരുടെ വഴികൾ, അവരിവിടെ എങ്ങനെയൊക്കെ ജീവിച്ചത്, അവരെങ്ങനെയൊക്കെയാണ് നടന്നത്, ഈ വഴികൾ, ആ വഴികളിലേക്ക് ബുദ്ധിയുള്ള ആളുകൾക്കൊരു വഴികാട്ടി, ബുദ്ധിയുള്ള ആളുകളിലേക്ക് ഒരു വഴികാട്ടി. കാരണം ബുദ്ധിയുള്ള ആൾക്കാർക്ക് വഴി കാണിച്ചു കൊടുത്തിട്ട് സാധിക്കും. കാരണം അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അവരാണ് രാജാക്കന്മാർ. അവർ അള്ളാഹുവിനെ അറിയാൻ അള്ളാഹു അവർക്ക് അവസരം കൊടുത്തു. ആ അറിഞ്ഞതനുസരിച്ച് ഇവിടെ ജീവിക്കാനും അള്ളാഹു അവർക്ക് അവസരം കൊടുത്തു. ഒരാണ് ഏറ്റവും വലിയ രാജാക്കന്മാരെന്ന് അവരുടെ ചരിത്രം മനസ്സിലാക്കിയത് നമുക്ക് തിരിയും. ആ ഔലിയാക്കന്മാർ ഇവിടെ ജീവിച്ച വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. ആ മാർഗത്തിലേക്ക് നമുക്ക് എത്തണം. ആ എത്തുന്നതിലേക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു വഴികാട്ടിയാണ് എൻ്റെ ഈ കിതാബ് എന്നാണ് ഹിദായത്തുൽ അദ്കിയാഹി ഇലാ തരീഖിൽ ഔലിയാഹി എന്ന് പറയുന്ന ആ കിതാബ് മഹാനായ സൈനുദ്ദീൻ അൽ ഖവാഫി റളിയല്ലാഹു അൻഹുവിന്റെ റിസാലത്തുൽ ഖുദ്സിയ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അതിന്റെ സമാഹാരമാണ്, അതിന്റെ രത്നചുരുക്കമാണത്. അതില് 9 നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. മഖ്ദൂം റളിയല്ലാഹു അൻഹു നല്ല നിലയ്ക്ക് ജീവിക്കാൻ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചത് ഉപയോഗപ്പെടുത്തിയിട്ട് അനുവദിക്കാത്തതിൽ നിന്ന് വിട്ടു നിന്നിട്ട് ദുനിയാവിലെ ജീവിതം ആഖിറത്തിലെ ജീവിതത്തിനക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാക്കാൻ ഇവിടത്തെ ജീവിതം, ഇവിടെ നമ്മൾ ജീവിക്കും, ഈ നമുക്ക് അനുവദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം, നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ അത് ഉപയോഗപ്പെടുത്തിയിട്ട് ആഖിറം നഷ്ടപ്പെടാതെ, ആഖിറത്തിൽ വലിയ സ്ഥാനങ്ങളും അതേപോലെ തന്നെ പദവികളൊക്കെ ലഭിക്കുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുവാനുള്ള 9 നിർദ്ദേശങ്ങൾ മഹാനായ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു നൽകിയ കൂട്ടത്തില് മഹാനവറുകൾ പറഞ്ഞു, ലിസലാമത്തി ദുനിയ ഖിസാലുൻ അർബഉ. ലിസലാമത്തി ദുനിയ, ദുനിയാവിൽ ഒരുപാട് ആഫത്തുകളുണ്ട്. ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളിൽ നമ്മെ നശിപ്പിക്കുന്ന ഒരുപാട് ഷർറുകളുണ്ട്. മിൻ ആഫാത്തി ദുനിയ, ദുനിയാവിന്റെ ആഫത്തുകൾ. ദുനിയാവിൽ ഈ കാണുന്നതൊക്കെ നമുക്ക് ബന്ധപ്പെടാനുള്ളതൊന്നുമല്ല. അപ്പൊ ഏതുമായി ബന്ധപ്പെടണം, ഏതിൽ നിന്ന് അകന്നു നിൽക്കണം. ഏതുമായി ബന്ധപ്പെടണം എന്നറിഞ്ഞാൽ അതുമായി നമുക്ക് ബന്ധപ്പെടാം. ഏതിൽ നിന്ന് അകന്നു നിൽക്കണം എന്നറിഞ്ഞാൽ അതിൽ നിന്ന് അകന്നു നിൽക്കാം. അതുകൊണ്ടാണ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലിസലാമത്തി ദുനിയ ഐ മിൻ ആഫാത്തി ദുനിയ. ദുനിയാവ് ആഖിറം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പലതും ദുനിയാവിലുണ്ട്. ആഖിറം നഷ്ടപ്പെടുന്ന രൂപത്തിൽ പലതും ദുനിയാവിലുണ്ട്. അപ്പൊ അങ്ങനെ ആഖിറം നഷ്ടപ്പെടാതെ ദുനിയാവിന്റെ ആഫത്തുകളിൽ നിന്നും, ദുനിയാവിലെ മനുഷ്യന്മാരുടെ ഷർറുകൾ, മനുഷ്യന്മാരിൽ നിന്ന് ഒരുപാട് ഷർറുകൾ ഉണ്ടാവും, പല നിലക്കും ഷർറുകൾ ഉണ്ടാവും. അവർ സിഹ്ർ ചെയ്യും, അവർ അസൂയ വെക്കും, അവർ ആക്രമിക്കും, ഗീബത്ത് പറയും, നമീമത്ത് പറയും, ഇങ്ങനെ പലതും ഉണ്ടാവും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ലിസലാമത്തി ദുനിയ ഐ മിൻ ആഫാത്തി ദുനിയ വ ശുറൂരി അഹ്ലിഹ, ഇതിന് രക്ഷപ്പെട്ടാൽ ഖിസാലുൻ അർബഉൻ, 4 കാര്യങ്ങളുണ്ട്.
എന്നിട്ട് ആ 4 കാര്യങ്ങൾ മഹാനവറുകൾ പറയുന്നത് ഉഫറുൽ ജഹ്ലിൽ ഖൗമി മൻഉകത ജഹല. ഒന്നാമത്തെ വരിയിൽ മഹാനവറുകൾ പറയുന്നു ഉഫറുൽ ജഹ്ലിൽ ഖൗം. മനുഷ്യന്മാരുമായി കൂടി ജീവിക്കുമ്പോൾ അവരുടെ വക്കൽ നിന്ന് പലപ്പോഴും വിവരക്കേടുകൾ കാണും. നിന്റെ അവകാശങ്ങൾ അവർ വകവെച്ച് തരൂല, അല്ലെങ്കിൽ നിന്നെ ദേഷ്യപ്പെടുത്തുന്ന രൂപത്തിലോ വിഷമിപ്പിക്കുന്ന രൂപത്തിലോ പെരുമാറ്റങ്ങൾ അവരുടെ പക്കൽ നിന്നുണ്ടാകും. അങ്ങനെ അവരുടെ പക്കൽ നിന്നുള്ള വിവരക്കേടുകൾ, ആ വിവരക്കേടുകളൊക്കെ അവരെ ആ വിവരക്കേടുകളുടെ പേരിൽ അവരോട് ദേഷ്യം പിടിക്കുകയോ അവരോട് വെറുപ്പ് കാണിക്കുകയോ ചെയ്യാതെ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യുക. ഓഫർ തജാവുസ്, വിട്ടുവീഴ്ച ചെയ്യുക. അത് ഒന്നാമത്തതാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവസരത്തിൽ അവനല്ലാത്ത എല്ലാ ആൾക്കാരും മറ്റുള്ള ആൾക്കാരാണ്. അവരിൽ നിന്ന് വരുന്ന വിവരക്കേടുകൾ എന്തൊക്കെയുണ്ടോ, പല നിലക്കുള്ള വിവരക്കേടുകൾ ഉണ്ടാവും. ചെറിയതൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ അങ്ങോട്ട് കയറി ചെന്നു ബെല്ലടിച്ചിട്ട് വാതിൽ തുറന്നേരണില്ല. സാധാരണ വെയിറ്റ് ചെയ്യേണ്ട സമയം വെയിറ്റ് ചെയ്തിട്ടും വാതിൽ തുറന്നേരണില്ല. സ്വാഭാവികമായിട്ടും ഒന്നും കൂടി ബെല്ലടിക്കും. എന്നിട്ടും വാതിൽ തുറന്നേരണില്ല. അപ്പൊ പിന്നെ ഹാല് മാറും. അപ്പൊ പിന്നെ ദേഷ്യം പിടിച്ചു, എന്താ വാലോന്നതിനകത്ത്. അത് നല്ല മയത്ത് ഇങ്ങനെ നിൽക്കുകയും ചെയ്യാം. ഇതെന്താ വാലോന്നതിനകത്ത്. അപ്പൊ പിന്നെ ഭാര്യ വന്ന് വാലോന്ന് ഒറ്റച്ചാട്ട. എവിടെ ഇരുന്ന് ചെയ്യാൻ ഒറ്റച്ചാട്ടം. അപ്പൊ അത് ബാത്റൂമിലേക്കാരം. കുട്ടികളാരും നീച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവില്ല. ഇത് ഞാനൊരു സാമ്പിള് പറഞ്ഞതാണ്. അപ്പൊ ഓഫറുള്ളി ജഹ്ലിൽ ഖൗം, അത് എനിക്ക് ചിലപ്പോ അനുഭവിക്കാറുണ്ട്. ഞാൻ ഇവിടെ നിന്നൊക്കെ കുത്തുബൊക്കെ കഴിഞ്ഞ് എല്ലാം കൂടി കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോഴത്തിന് പെട്ടെന്ന് പിന്നെ വീട്ടിലേക്ക് പോകണം, വീട്ടിലെത്തണം എന്നാണ് ആഗ്രഹിക്കുക. അതെല്ലാം കൂടി കഴിഞ്ഞിട്ടാവുമ്പോ അവിടെ എത്തുമ്പോഴേ അപ്പൊ ചിലപ്പം വാതിലോ നേരം പോകും. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വെള്ളിയാഴ്ച രാവിലെ അസുഫ ക്ലാസ്, പിന്നെ കുത്തുബ, പിന്നെ പ്രസംഗം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തുകയാണ്. കുറെ ബ്ലോക്കുകളും കുറെ അതൊക്കെ കഴിഞ്ഞിട്ട് എത്തുകയാണെന്നുള്ളതൊന്നും ഓൽക്ക് തിരിയില്ല. ഓൽക്കിപ്പോ ഒന്നും മനസ്സിലാവൂല. അപ്പോഴൊക്കെ ഈ ബെയ്ത്ത് ഓർമ്മ വരും, ഇത് ഓർമ്മ വരും. ഗഫൂറുൽ ജഹ്ലിൽ ഖൗം, മറ്റുള്ള ആളുകളുടെ വിവരക്കേടുകള് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക. അപ്പൊ ആ ഒരു എടുത്തുചാട്ടം എവിടെയായിരുന്നു, എന്താണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, എവിടെ കുട്ടികൾ അവിടെ പോയി, എന്താ വാതിലൊന്നും തരാത്തത് എന്നുള്ള, അത് അതിന്റെ നേരെ വൈകിപ്പോ എന്തേ ആ ചോദ്യം തന്നെ ഒരു മറ്റു ശൈലിയിലാക്കാം, ഒരു നല്ലൊരു ശൈലിയിലാക്കാം, ചോദിക്കാം, നല്ലൊരു ശൈലിയിലാക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം. ഇതൊരു ഉദാഹരണം. അതേപോലെ തന്നെ ചായ കിട്ടേണ്ട നേരത്ത് ചായ കിട്ടിയില്ല, ഭക്ഷണത്തിന് ആ വേണ്ട രൂപത്തിൽ ആയില്ല. ഇങ്ങനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാടുണ്ട്. 2 കാര്യങ്ങളാണ് ആദ്യം മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒന്ന് ഗഫൂറുൽ ജഹ്ലിൽ ഖൗം, നീ അല്ലാത്ത മറ്റുള്ള ആളുകളെ വക്കൽ നിന്നുള്ള വിവരക്കേടുകൾ, നിനക്ക് കിട്ടേണ്ടതായ അവകാശങ്ങൾ, ആ അവകാശങ്ങളൊക്കെ നീ അവര് ആ അവകാശങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യുമ്പോഴൊക്കെ അത് വിട്ടുവീഴ്ച ചെയ്യുക. അതിന്റെ പേരിൽ പ്രതികാര നടപടികളോ മറ്റൊന്നും എടുക്കാതെ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സ്വഭാവം, എങ്കിൽ നിനക്ക് നല്ല സുഖമായിട്ട് ദുനിയാവിൽ ജീവിക്കാം, നല്ല സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. രണ്ടാമത് മഹാനവറുകൾ പറഞ്ഞത് മൻഉകത ജഹല, നീ അവരോട് വിവരക്കേട് കാണിക്കാതിരിക്കുക. നിന്നോട് വിവരക്കേട് കാണിച്ചാൽ അത് വിട്ടുവീഴ്ച ചെയ്യുക. അത് മനസ്സിൽ വെച്ച് നടക്കാതെ, അതിന് പ്രതികാര നടപടിയൊന്നും എടുക്കാതെ അത് വിട്ടുവീഴ്ച ചെയ്യുക. രണ്ടാമത്തതോ മൻഉകത ജഹല, മുമ്പൊക്കെ ഈ കല്യാണം അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഭാര്യ വീട്ടില് അല്ലെങ്കിൽ അവിടെ ഒക്കെ ഉണ്ടാവുമ്പോ ഓരോരുത്തർക്കും നൽകേണ്ട സ്ഥാനം നൽകാതിരുന്നാൽ അത് വലിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ കല്യാണം വിളിക്കുമ്പോൾ വീട്ടിൽ വന്ന് വിളിക്കാതിരുന്നാൽ കല്യാണത്തിന് പോകില്ല. അപ്പം പെരയിലൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ്. അപ്പൊ കല്യാണം വിളിക്കുക എന്നാണ് പറയാ. നമ്മള് കല്യാണം പറയാന്ന് പറയും. കരുവന്തിരിച്ചിയിലൊക്കെ കോഴിക്കോടൊക്കെ കല്യാണം വിളിക്കുക എന്ന് പറയും. അത് വലിയൊരു പണിയായിരുന്നു. ഓരോ പെരയിലും കയറി ഇറങ്ങി നടന്ന് എല്ലാവരും വിളിക്കലൊക്കെ വലിയൊരു പണിയായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറെ എളുപ്പമായിക്കണം.
അപ്പോഴൊക്കെ ഓൻ വിളിച്ചിട്ടില്ല, ഓൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഓൻ ഇന്നലെ പള്ളിക്ക് നിന്നെ കണ്ടില്ലേ, എന്നിട്ട് ഓൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നമുക്ക് കിട്ടേണ്ടതായ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ കിട്ടാതിരുന്നാൽ നമ്മൾ വെറുപ്പും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഇല്ലാതെ അതോടുകൂടെ തന്നെ നീ ആരോടും അറിവുകേട് കാണിക്കാതിരിക്കുക. ഓരോരുത്തർക്കും കൊടുക്കേണ്ട അവകാശങ്ങൾ ഓരോരുത്തരോടും ചെയ്യേണ്ട. ഓൻ എന്നോട് അങ്ങനല്ലേ ചെയ്തത്, അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്. ഓൻ എന്നോട് അങ്ങനല്ലേ ചെയ്തത്, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാം എന്ന ആ ചിന്ത മാറ്റിയിട്ട് മൻഉഖത്ത് ജഹല, മഹാനായ മഖ്ദൂം റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, മൻഉഖത്ത് ജഹല, നീ ആരോടും വിവരക്കേട് കാണിക്കാതെ ഓരോരുത്തർക്കും നൽകേണ്ട അവകാശങ്ങൾ, ഭാര്യ, കുട്ടികൾ, അയൽവാസികൾ, ഇവർക്കൊക്കെ നൽകേണ്ടതായ അവകാശങ്ങൾ നീ അത് വേണ്ട മാതിരിയൊക്കെ ചെയ്തു കൊടുക്കുക. അവർക്ക് ചെയ്യേണ്ടതൊക്കെ നീ നല്ലപോലെ ചെയ്തു കൊടുക്കുക. അയൽപക്കത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. അവരുടെ പക്കൽ നിന്ന് ഇങ്ങോട്ട് പലപ്പോഴും അനീതി ഉണ്ടാവും, ഒരുപാട് അനീതികൾ ഉണ്ടാവും. അത് വെച്ചിട്ട് ഓലങ്ങനല്ലേ ചെയ്തത്, അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യാം എന്ന ചിന്ത ഉണ്ടായിരുന്നാൽ ടെൻഷൻ കൂടും. മഹാനായ മഖ്ദൂം റളിയല്ലാഹു തആല എന്ന് പറയുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു വിഷയം മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വതകൂന മിൻ സൈബിൽ അനാസി ആയിസ വലിസൈബി നഫ്സികലിൽ അനാസി ബാദില. മനുഷ്യന്മാരിൽ നിന്നിട്ട് എന്തെങ്കിലും ഔദാര്യങ്ങളോ അവരുടെ പക്കൽ നിന്നിട്ട് എന്തെങ്കിലും സൗകര്യങ്ങളോ സംഭാവനകളോ ഇതൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. അവരിൽ നിന്നിട്ട് സംഭാവനകള്, ഔദാര്യങ്ങള്, സഹായങ്ങള് ഇതൊക്കെ കിട്ടണം എന്നുള്ള ഒരു ആശ തീരെ ഞാനിരിക്കും. കിട്ടുന്നത് സ്വീകരിക്കാതിരിക്കാന്നല്ല, കിട്ടണമെന്നുള്ള ആശ. അനാസി ആയിസ, മനുഷ്യന്മാരിൽ നിന്ന് കിട്ടേണ്ടതായ ഇത് ഇവകളെ സംബന്ധിച്ചൊക്കെ ഒരു നിരാശ ഉണ്ടാകുക, ആശ ഇല്ലാതിരിക്കുക. അത് വലിയ ഒരു തത്വമാണ്. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ മക്കള് പെട്ട്, ജ്യേഷ്ഠന്മാര് പെട്ട്, അനുജന്മാര് പെട്ട്, അയൽവാസികൾ പെട്ട്, എല്ലാരും പെട്ട്. ആ മറ്റുള്ളവരിൽ നിന്നിട്ട് എനിക്കെന്തെങ്കിലും കിട്ടണം, അവൻ അത് ചെയ്തു തരണം, ഇവൻ ഇത് ചെയ്തു തരണം, മറ്റൂരത് ചെയ്തു തരണം, ആരായിരുന്നാലും ശരി. അതിനെ തൊട്ടൊക്കെ ഒരു ആശയില്ലാതിരിക്കും. പലപ്പോഴും ജീവിതത്തിൽ വലിയ പ്രയാസവും ടെൻഷനും അനുഭവിക്കുന്നത്. ഇന്നലെ ചുങ്കത്ത് മുദരിസായിരുന്ന ഒരാളോട് ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അയാളിവിടെ അടുത്ത് ദർശനത്തിരുന്ന കോട്ടക്കലടുത്ത് ഒരു സ്ഥലത്ത് ദർശനം. ഞാൻ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് പോയിപ്പോ എറണാകുളത്താണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്ത് സൗകര്യം ഉണ്ടായിട്ട് എന്താ, മനസ്സിന് സംതൃപ്തി ഇല്ലെങ്കിലും എന്നാണ്. ഏറ്റവും വലിയ സംതൃപ്തി മനസ്സിനല്ലേ വേണ്ടത്. എപ്പോഴും ഒരു പ്രയാസമാണ് അവിടെ നിൽക്കാൻ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. ഒരു മനസ്സിന് ഒരു സമാധാനം കിട്ടാറില്ല, മനസ്സിന് എപ്പോഴും പ്രയാസമാണ്. അത് വളരെ ശരിയാണ്. എന്തുണ്ടായിട്ടും കാര്യം മനസ്സിന് സംതൃപ്തി ഇല്ലെങ്കിൽ, മനസ്സിന് സംതൃപ്തി ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം, എന്ത് സൗകര്യം ഉണ്ടായിട്ട് എന്താ കാര്യം. അവിടെയാണ് മനസ്സിന് സംതൃപ്തി കിട്ടേണ്ട മാനദണ്ഡങ്ങളാണ് ഈ 4 ഇത് 4 നമ്മൾ ശരിക്കും ജീവിതത്തിൽ പകർത്തിയാൽ നല്ല സന്തോഷം ഉണ്ടാവും. ആരോഗ്യത്തിന് ഏറ്റവും വലിയ ആവശ്യമാണ് മനസ്സിന്റെ സംതൃപ്തി. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളായ ആളുകൾ, പ്രഷറുള്ള ആളുകൾ, ഇവർക്കൊക്കെ എപ്പോഴും മനസ്സിന് സംതൃപ്തി വേണം. മനസ്സിന് ടെൻഷൻ കൂടിയാൽ, ടെൻഷൻ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ പ്രമേഹം ഇങ്ങനെ കൂടും, പ്രഷറും കൂടും, രണ്ടും കൂടും. അത് രണ്ടും നോർമൽ ആകാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് മാനസികമായ സംതൃപ്തി. അതോടുകൂടെ തന്നെ അതിൻ്റെ മറ്റൊരു ആരോഗ്യവശം കൂടിയാണ് നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളായ ആളുകളോട് ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. ഇത് രണ്ടും. അതുപോലെ തന്നെ നേരത്തെ സൂര്യോദയത്തിന്റെ മുമ്പ് കുളിക്കുക, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് തന്നെ കുളിക്കുക. ഇങ്ങനെ പല നിർദ്ദേശങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസികമായ സംതൃപ്തി തന്നെയാണ്. മാനസികമായ സംതൃപ്തി എന്ന് പറയാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. ഓനത് ചെയ്തു തരണം, ഭാര്യ ഇത് ചെയ്തു തരണം, കുട്ടികളത് ചെയ്തു തരണം എന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും പല കോലത്തിലായിരിക്കും സൃഷ്ടിച്ചിട്ടുണ്ടാകുക. ചില ആൾക്കാര് ഭാര്യക്ക് അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടി വരും, അങ്ങനത്തെ ഉണ്ടാവും. അപ്പൊ ആ ചെയ്തു കൊടുക്കുന്നതിലും ഒരു സംതൃപ്തിയുള്ള രൂപത്തിൽ ചെയ്യുക. ചിലപ്പോൾ മക്കളിൽ നിന്ന് വല്ലാത്ത സൗകര്യം കിട്ടുന്ന ആളായിരിക്കും. വേറെ ചില ആൾക്കാരുടെ മക്കൾ അക്കോലത്തിലാവൂല. അവിടെയൊക്കെ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളാണിത്. എല്ലായിടത്തും ഇത് ഉപയോഗിക്കാൻ പറ്റും.
അവിടെ പറഞ്ഞത് ജനങ്ങളിൽ നിന്ന് വരുന്ന വിവരക്കേടുകൾ പുറത്തു കൊടുക്കുകയും ജനങ്ങളോട് വിവരക്കേട് കാണിക്കാതിരിക്കുകയും ചെയ്യുക, ജനങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. പ്രതീക്ഷ ഉണ്ടായിട്ട് അത് നഷ്ടപ്പെടുമ്പോഴാണ് ഭയങ്കര ടെൻഷൻ. പ്രതീക്ഷിച്ച് അത് നഷ്ടപ്പെടുമ്പോൾ ആ പ്രതീക്ഷ സാമ്പത്തികമായ പ്രതീക്ഷയാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ സൗകര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ മറ്റ് മനസ്സിന് സംതൃപ്തിയുള്ള വാക്കുകളാവട്ടെ, ഓ ഞാൻ അവിടെ ചെന്നപ്പോ ഇങ്ങനൊരു വാക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, അത് പോണില്ല, മനസ്സിന് പോണില്ല, അവനാ പറഞ്ഞത് പോണില്ല, എന്തൊരു പ്രതീക്ഷയിട്ടാ പോയിരുന്നത്, അങ്ങോട്ട് ചെന്നപ്പോ അതൊക്കെ ഉണ്ട് തകർന്നടിക്കുക. എന്തിനാണ് അങ്ങനെ പ്രതീക്ഷ? ആ പ്രതീക്ഷ ഉണ്ടായിട്ടില്ല പ്രശ്നം വരുന്നത്. അവിടെയാണ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇത് ഇന്നത്തെ കാലത്ത് സന്തോഷമായി ജീവിക്കുന്നതിനേക്കുള്ള വലിയ അടിത്തറയാണ് ഈ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിന് വലിയ സംതൃപ്തി ഉണ്ടാവും. മനസ്സിന് സംതൃപ്തി ഉണ്ടാവുമ്പോൾ ആയുസ് കൂടും, ആരോഗ്യം കൂടും. അതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എല്ലാവരും പറയുന്ന എല്ലാ ഡോക്ടർമാരും ഇത്തിഫാഖായ ഏകോപിച്ച ഒരു കാര്യമാണ്. അതിന് ഇത് അടിസ്ഥാനമായി നമ്മൾ സ്വീകരിക്കണം. ആരിൽ നിന്നിട്ടും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. അള്ളാഹ് എല്ലായിടത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്, എല്ലാ സമയത്തും അള്ളാഹ് ഉണ്ട്. മറ്റുള്ളതൊക്കെ എപ്പോഴും എന്തുമാകാം. അത് വലിയ ഒരു അടിത്തറയാണ്. മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, വതകൂന മിൻ സൈബിൽ അനാസി ആയിസ വലിസൈബി നഫ്സിക ലിൽ അനാസി ബാദില. നീ എപ്പോഴും നിന്നെക്കൊണ്ട് കഴിവുള്ള രൂപത്തിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുക. നിന്നെക്കൊണ്ട് കഴിവുള്ള രൂപത്തിൽ ഇത് ഒരു അടിസ്ഥാനമായി മനസ്സിൽ വെക്കുക. എന്നെക്കൊണ്ട് ആൾക്കാർക്കൊക്കെ ഒരു സഹായം കിട്ടണം. അത് വാക്കുകൊണ്ടിട്ടാവട്ടെ, പ്രവൃത്തി കൊണ്ടിട്ടാവട്ടെ, എന്താവട്ടെ, എന്നെ കൊണ്ട് എല്ലാവർക്കും ഒരു സഹായവും സൗകര്യങ്ങളൊക്കെ കിട്ടണം. എനിക്ക് അവരിൽ നിന്നിട്ട് ഒന്നും വേണ്ട, അതൊക്കെ അള്ളാഹു തന്നോളും എന്നുള്ള ഒരു ചിന്ത, ഒരു മനസ്സ് നിനക്കുണ്ടായി കഴിഞ്ഞാൽ ദുനിയാവിന് സുഖമായി ജീവിക്കാമെന്ന് മഹാനായ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇതിനെ തെളിവായിക്കൊണ്ട് മഖ്ദൂമിന്റെ മകൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ ഇത്തബഅ ഫീഹി ഹാദിഹിൽ ഖിസാൽ അർബഉ ഫഹുവ മഹ്ബൂബുൻ ഇൻദഹും വമഷ്കൂർ ഫയകൂനു സാലിമൻ മിൻ ഈദാഇഹിം വബഅദിഹിം. ഈ 4 വിശേഷണങ്ങൾ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവനോട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. ഫയകൂനു മഹ്ബൂബൻ ഇൻദഹും, അവൻ എല്ലാവർക്കും അവനോട് ഇഷ്ടമുണ്ടാവും. ഈ ഒരു 4 കാര്യങ്ങൾ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അങ്ങനെ തന്നെയല്ലേ നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മളോട് ചെല്ലുമ്പോ അത് കിട്ടണം ഇത് കിട്ടണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മളോർക്ക് വെറുപ്പുണ്ടാവും. ഒന്നും ഓനക്ക് ആവശ്യമില്ല, ഒരു സംഗതി ഓനക്ക് ആവശ്യമില്ല, ഓനക്കൊരു പരാതിയില്ല. അങ്ങനത്തെ ആൾക്കാരോട് നമുക്ക് ഇഷ്ടമുണ്ടാവും. അല്ലെങ്കിൽ ആ ചെങ്ങായി ഇങ്ങനെ മൂലക്കുറുവിന്റെ ആളാണ്, എപ്പോഴും ഇങ്ങനെ പുനരുത്തും കണ്ടാണ്, എപ്പോഴും ഇങ്ങനെ അത് ഇതും പറഞ്ഞു കണ്ടാണ്, ഓനോട് വെറുപ്പുണ്ടാവും. ഇത് സ്വാഭാവികല്ലേ? ഈ ഒരു 4 വിശേഷണങ്ങൾ ഉണ്ടായാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരോട് ഇഷ്ടമായിരിക്കും. ഫയകൂനു സാലിമൻ മിൻ ഈദാഇഹിം, ജനങ്ങളിൽ നിന്നുള്ള ഇടങ്ങേറുകളിൽ നിന്ന് അവൻ രക്ഷപ്പെടും. വബുഗ്ദിഹിം, ജനങ്ങളെ വെറുപ്പിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും അവൻ രക്ഷപ്പെടും. വമല്ലൈമക്കും കദാലിക ഫലാ ബുദ്ദ ലഹു മിൻ നിസാഇഹിം. ഈ 4 സ്വഭാവമില്ലെങ്കിൽ എപ്പോഴും കച്ചറും കുരുവാനായിരിക്കും. ശൈഖ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫലാ ബുദ്ദ മിൻ നിസാഇഹിം വമുഖാസമതിഹിം. പുരയിൽ എപ്പോഴും കച്ചറയായിരിക്കും. ഉമ്മയും ബാപ്പയും കൂടി തമ്മിൽ യോജിപ്പുണ്ടാവില്ല, മക്കളും ബാപ്പയും കൂടി യോജിപ്പുണ്ടാവില്ല, ഇവരും ഭാര്യ വീട്ടുകാരും തമ്മിൽ യോജിപ്പുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, എത്ര ആൾക്കാരുണ്ട് അങ്ങനെ എന്നറിയും. എന്താണ് അതിലേക്കൊക്കെ ചുഴ്ന്നറിഞ്ഞ് നോക്കുമ്പോ എന്താണ് ഇതിനൊക്കെ തകരാറ്? ഭാര്യ വീട്ടുകാരോട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് നടക്കണമായി. ഈ ഭാര്യ വീട്ടുകാർ ഈ പെൺകുട്ടിനെ ഓർക്ക് കെട്ടിച്ചു കൊടുത്തത് വലിയൊരു അപകടമായി, വലിയൊരു അപരാധമായി, ഒരു തെറ്റായ മാതിരി. ചില ആൾക്കാരുടെ പെരുമാറ്റം അങ്ങനെ. ആ കുട്ടിനെ നമ്മളെ മോളെ കെട്ടിച്ചു കൊടുത്തപ്പോ വലിയൊരു തെറ്റായി പോയി, അത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. അപ്പൊ മൂപ്പരെ പെരുമാറ്റം കണ്ടിട്ട് എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ ഒക്കെ ഇതാണ് കാരണം. ഷെയ്ഖ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഖ്ദൂമിന്റെ മോന് മസ്ലക്കുൽ അത്തീഖയിൽ വിശദീകരിക്കുകയാണ്, ഈ 4 സ്വഭാവമില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞ 4 സ്വഭാവങ്ങൾ, ഒന്ന് ജനങ്ങളെ പക്കൽ നിന്നുണ്ടാകുന്ന വിവരക്കേടുകളൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് അതിന്റെ മേലൊന്നും ആക്ഷൻ എടുക്കാതെ, അതൊന്നൊരു വെറുപ്പായി കാണാതെയുള്ള സമീപനം. രണ്ടാമത്തത് ജനങ്ങളോട് ഒരു വിവരക്കേടും കാണിക്കാതിരിക്കുക. മൂന്നാമത്തത് ജനങ്ങളിൽ നിന്നിട്ട് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക.
നാലാമത്തെ തന്നെ കൊണ്ടാവുന്നതൊക്കെ മറ്റുള്ളവർക്ക് നൽകുക. ഈ 4 സ്വഭാവങ്ങൾ ഇല്ലാതിരുന്നാൽ അവിടെ തർക്കുണ്ടാവും, അതേപോലെ തന്നെ കച്ചറിയും കുലുമാലുകളും ഉണ്ടാകും. മനുഷ്യന്മാർക്കൊക്കെ അവനോട് വെറുപ്പായിരിക്കും എന്ന് മഹാനായ ശൈഖ് അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല പറയുന്നു. അതിന് തെളിവായി പറയുകയാണ് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു ലമ്മാ ദഖല ബഗ്ദാദ അലാ അസ്മിൽ ഹജ്ജി, ഹജ്ജിന് പോകുമ്പോ മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ബഗ്ദാദിൽ ചെന്നു. ബഗ്ദാദിൽ കൂടെ പോവാണ്, ഹജ്ജിന് വേണ്ടി ബഗ്ദാദിൽ കൂടെ പോകുമ്പോ ഇജ്തമാ ഇലൈഹി അഹ്ലുഹ, ആ ബഗ്ദാദിലെ ആൾക്കാരൊക്കെ ഹാത്തിമുൽ അസം തങ്ങളുടെ അടുത്ത് ചെന്നു. ഫഖാലു ലഹു യാ അബാ അബ്ദുറഹ്മാൻ അൻത റജുലുൻ ലാകിൻ അഅജമിയ്യൻ വലൈസ യുകല്ലിമുക അഹദുൻ ഇല്ലാ ഖതഅക, നിങ്ങൾ അറബി സംസാരിക്കാൻ കഴിയാത്ത ആളാണ്. ഹാത്തിമുൽ അസം തങ്ങൾക്ക് അറബി സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും സംസാരിച്ചാല് ഓല് കൂടുതൽ നേരം നിങ്ങൾ സംസാരിക്കുകയോ നിങ്ങളോട് ബന്ധപ്പെടുകയോ ചെയ്യൂല. കാരണം നിങ്ങൾ പറഞ്ഞ ഓൽക്കും അറിയില്ല, ഓല് പറഞ്ഞ നിങ്ങൾക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇപ്പൊ ഇവിടെ ജീവിക്കുക വെച്ചു ഹാത്തിമുൽ അസം തങ്ങളോട്. നിങ്ങൾ ആജമിയാണ്, അറബി അറിയാത്ത ആളാണ്, ഈ ആൾക്കാർക്കൊന്നും നിങ്ങളായിട്ട് ബന്ധപ്പെടാനോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ആശയവിനിമയം നടത്താനൊന്നും സാധിക്കൂല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു മഈ സലാത്ത് ഖിസാൽ ബിഹിന്ന അൽഹറു അലാ ഖസ്മി അഫ്റഹു ഇദാ അസാബ ഖസ്മി വഅഹ്സനു ഇദാ അഖ്ത വഅഹ്ഫദു നഫ്സി അല്ലാ തജഅല അലൈഹി. എൻ്റെ അടുത്ത് 3 വിഷയങ്ങളുണ്ട്. ഈ ഒരു 3 സ്വഭാവങ്ങൾ പുലർത്തുന്ന ഒരാൾക്ക് എവിടെയും ജീവിക്കാം. 3 സ്വഭാവങ്ങളുള്ള ആൾക്ക് എവിടെയും ജീവിക്കാൻ സാധിക്കും. അതിന് മഹാനവറുകൾ പറഞ്ഞത്, എന്റെ എതിരാളി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കുന്ന ആള്, അയാൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായാൽ ഞാൻ സന്തോഷിക്കും, അയാൾക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടായാൽ ഞാൻ ദുഃഖിക്കും. എന്നോട് വെറുപ്പ് കാണിക്കുന്ന ഒരാൾ, എന്നോട് അകൽച്ച കാണിക്കുന്ന ആളെ, അയാൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായാൽ ഞാൻ സന്തോഷിക്കും. നേരെ തിരിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും. അയാൾക്കെങ്കിലും സന്തോഷം ഉണ്ടായാൽ ഞാൻ സന്തോഷിക്കും, അയാൾക്കെങ്കിലും ദുഃഖം ഉണ്ടായാൽ ഞാൻ ദുഃഖിക്കും. അതേപോലെ തന്നെ ഞാൻ ആരോടും അനീതി കാണിക്കൂല, ആരെങ്കിലും എന്നോട് വിവരക്കേട് കാണിച്ചാൽ ഞാനത് പുറത്തു കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്യും. ഈ 3 സ്വഭാവങ്ങൾ, അത് 3 സ്വഭാവമാണ് മഹാനവറുകൾ പറഞ്ഞത്. ഇതുണ്ടായാൽ, ഒന്ന്, മറ്റുള്ള ആൾക്കാർക്ക് സന്തോഷം വന്നാൽ ഞാൻ സന്തോഷിക്കും, എന്റെ ശത്രുക്കളോ എന്നെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വല്ല സന്തോഷം വന്നാൽ ഞാൻ സന്തോഷിക്കും, അവരുടെ ദുഃഖത്തിൽ ഞാൻ ദുഃഖിക്കും. ഞാൻ ആരോടും ഏത് കാണിക്കൂല, അനീതി കാണിക്കൂല. എന്നോട് ആരെങ്കിലും അനീതി കാണിച്ചാല് ഞാൻ പുറത്തു കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്യും. അപ്പൊ എനിക്ക് ജീവിക്കാൻ പ്രയാസമില്ല. ഇങ്ങനെ ഹാത്തിമുൽ അസം തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ജീവിച്ചിരിപ്പുള്ള ആളാണ്. മഹാനവറുകൾക്ക് വിവരം എത്തിയപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാ അഖലഹു, വല്ലാത്തൊരു സ്വഭാവമാണല്ലോ ഇത് നല്ലൊരു സ്വഭാവമാണല്ലോ, ഇത് വല്ലാത്തൊരു സ്വഭാവമാണല്ലോ. ഇനി നിങ്ങളൊക്കെ നിങ്ങളെ ജീവിതകാലത്ത് നിങ്ങൾക്ക് പരിചയമുള്ള സ്വാലിഹീങ്ങൾ, നല്ലവര്, അവരെ പറ്റിയൊക്കെ ചിന്തിച്ചു നോക്കാൻ. അവരിലൊക്കെ ഈ സ്വഭാവം ഉണ്ടാവും, ഈ സ്വഭാവം അവരിലുണ്ടാവും. ഒരു സ്വാലിഹായ നല്ല മനുഷ്യനാണെങ്കിൽ ആ നല്ല മനുഷ്യരിലൊക്കെ ഈ സ്വഭാവം ഉണ്ടാവും. ഈ സ്വഭാവം പ്രിയപ്പെട്ടവരെ മഖ്ദൂം റളിയല്ലാഹു തആല പറഞ്ഞ, അത് വലിയ വലിയ മഹത്വത്തോടെ വചനങ്ങൾ ഖുർആൻ ഹദീസിലൊക്കെ എടുത്തിട്ട് അതിന്റെ രത്നച്ചുരുക്കങ്ങളാണ്. ആ ഒരു സ്വഭാവം നമ്മൾ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ജീവിക്കുക, നമ്മളെ മക്കളിൽ അത് പകർന്നു കൊടുത്താൽ എപ്പോഴും സന്തോഷമായിരിക്കും. ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാവൂല എന്ന് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ഒരു കാര്യമാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഘട്ടങ്ങളിൽ മണ്ണ് ഉപയോഗിച്ച് തേമം ചെയ്യാന്നുള്ളത്. അത് മുൻഗാമികളായ പ്രവാചകന്മാർക്കോ അനുയായികൾക്കോ അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ടില്ല. വെള്ളം ഇല്ലാത്ത അവസരത്തിൽ തേമം ചെയ്യുക എന്നുള്ള ഒരു ആനുകൂല്യം, വെള്ളം ഇല്ല അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല, വെള്ളം ലഭിക്കാതെ തേമം ചെയ്താൽ
വെള്ളം ലഭിച്ചാൽ ആ തേമം ബാത്തിലാവും. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളം ലഭിക്കാതെ തേമം ചെയ്യാന്നുള്ളത് ഉണ്ടാവില്ല. നമുക്ക് വെള്ളം സുലഭമായ ഒരു സ്ഥലമല്ലേ. പക്ഷേ അവയവത്തിൽ രോഗങ്ങളോ അല്ലെങ്കിൽ മുറിവുകളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. അത്തരം ഘട്ടങ്ങളിലാണ് നമ്മൾ തേമം ചെയ്യുക. അങ്ങനെ തേമം ചെയ്യുമ്പോൾ തേമം ചെയ്യുന്നതിന് സമയമാകൽ നിബന്ധനയാണ്. സമയമായാലും തേമം ചെയ്യാൻ പറ്റും. ഇപ്പൊ ളുഹർ നിസ്കാരത്തിന് ളുഹറിന് മുമ്പ് തേമം ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ളുഹറിന് മുമ്പ് ഒളു കൊടുക്കാം. ഒളു കൊടുക്കാന്നല്ല, ഒളു കൊടുക്കൽ സുന്നത്തുമാണ്. നേരത്തെ ഒളു കൊടുത്തിട്ട് റെഡിയായി നിൽക്കൽ. നേരത്തെ നിസ്കാരത്തിന്റെ സമയത്തിന്റെ മുമ്പ് തന്നെ ഒളു എടുത്തുകൊണ്ട് നിസ്കാരത്തിന് റെഡിയായി നിന്നാൽ ജീവിതത്തില് നല്ല വിശാലത ഉണ്ടാവുന്നു. എന്ന് വെച്ചാൽ സമയം കിട്ടാതെ വിഷമിക്കുന്ന ഒരു രൂപം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ ഒന്നിനും സമയം കിട്ടണില്ല. എല്ലാവർക്കും പറയാനുള്ള ഒന്നിനും സമയം കിട്ടണില്ല എന്ന് വെച്ചാൽ സമയത്തിൽ ബർക്കത്തില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തിയാൽ നമ്മളെ വിഷയങ്ങൾക്കൊക്കെ സമയം കിട്ടും. അതിന് ഏറ്റവും വലിയ മാർഗമാണ് നിസ്കാരത്തിന് നേരത്തെ ഒളു കൊടുത്തിട്ട് നിസ്കാരവും കാത്തിരിക്കുക. നിസ്കാരത്തിന്റെ സമയിക്കണമല്ലോ. ഈ ഒരു ശീലം നമുക്കുണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല വിശാലത ഉണ്ടാവും. നല്ല വിശാലത, എല്ലാത്തിനും സമയം കിട്ടി, എല്ലാത്തിനും ഒരു ആശ്വാസം, എല്ലാം നടക്കും. അതെങ്ങനെ നടക്കണമെന്ന് പറയാൻ കഴിയില്ല. അതിന് മഹാന്മാരായ ആൾക്കാർ നമുക്ക് പഠിപ്പിച്ച ഒരു സ്വഭാവമാണിത്. നേരത്തെ ഒളു കൊടുത്ത് നിസ്കാരത്തിനെയും കാത്തിങ്ങനെ ഇരിക്കുക. സുബഹി ആവട്ടെ, നിശയാവട്ടെ, മഗ്രിബ് ആവട്ടെ, എല്ലാ നിസ്കാരത്തിനും നേരത്തെ ഒളു കൊടുത്തിട്ട് അതിങ്ങനെ കാത്തിരിക്കുക. എപ്പോഴെങ്കിലും നിസ്കരിക്കുക, എപ്പോഴെങ്കിലും. അതങ്ങനല്ല. അപ്പൊ നിസ്കാരത്തിന് ഒരു ആലത്തിട്ടമായി. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ എല്ലാറ്റിനും സമയം ഉണ്ടാകും. എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. എല്ലാത്തിനും നേരം കിട്ടും. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇബാദത്ത് ചെയ്യാനും വരെ പോകാനും മക്കളുടെ അടുത്ത് പോകാനും എല്ലാറ്റിനും നമുക്ക് അള്ളാഹു സമയം തരും. അപ്പൊ ഇവിടെ ഒളു നേരത്തെ എടുക്കാം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാണ്. ഒളു നേരത്തെ എടുക്കാം, തേമം നേരത്തെ ചെയ്യാൻ പറ്റില്ല. എന്നാൽ സമയത്തിന്റെ മുമ്പ് തേമം ചെയ്ത് സമയമായതിന് ശേഷം നിസ്കരിക്കാൻ പറ്റുന്ന ഒരു ഘട്ടമുണ്ട്. സമയത്തിന്റെ മുമ്പ് തേമം ചെയ്തിട്ട് സമയമായതിനു ശേഷം നിസ്കരിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഘട്ടമുണ്ട്. ബാക്കിയുള്ള ഘട്ടങ്ങളിൽ ഒന്നും തന്നെ സമയത്തിന്റെ മുമ്പ് തേമം ചെയ്യാൻ പറ്റൂല. സമയമായാലേ തേമം ചെയ്യാൻ പറ്റൂല. ആ ഘട്ടപ്പഴാണ് ഇപ്പൊ ഒരാൾ ജമ്മാക്കി നിസ്കരിക്കാം. അസറിനെ ളുഹറിലേക്ക് ജമ്മാക്കി നിസ്കരിക്കാം. അസറിനെ ളുഹറിലേക്ക് ജമ്മാക്കി നിസ്കരിക്കുമ്പോ ളുഹർ ആദ്യം നിസ്കരിക്കണം, എന്നിട്ട് അസർ നിസ്കരിക്കാൻ പറ്റും. അസറിനെ ളുഹറിലേക്ക് ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും കൂടി നിസ്കരിക്കുക എന്നാണ് അതിനർത്ഥം. ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും കൂടി നിസ്കരിക്കുക. ളുഹറിനെ അസറിലേക്ക് അങ്ങോട്ട് പിന്തിച്ച് ജമ്മാക്കുമ്പോൾ അപ്പോഴും അങ്ങനെ തന്നെ ളുഹറും അസറും കൂടി നിസ്കരിക്കുക. ഈ മുന്തിച്ച് ജമ്മാക്കുമ്പോ ആദ്യം ളുഹർ നിസ്കരിച്ചിട്ട് പിന്നെ അസർ നിസ്കരിക്കാൻ പറ്റുള്ളൂ. പിന്തിച്ച് ജമ്മാക്കുമ്പോ ഏറ്റവും അഫ്ളൽ അങ്ങനെ തന്നെയാണ്. ആദ്യം ളുഹർ നിസ്കരിച്ചിട്ട് പിന്നെ അസർ നിസ്കരിക്കലാണ്. അതല്ലാത്ത രൂപത്തിലും പറ്റും. മുന്തിച്ച് ജമ്മാക്കുമ്പോൾ ളുഹർ നിസ്കരിച്ചിട്ട് അസർ നിസ്കരിക്കാം. പിന്നെ ളുഹറിനെ അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കാം. അങ്ങനെ ജമ്മാക്കുമ്പോൾ ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും കൂടി നിസ്കരിക്കാം. പിന്തിച്ച് ജമ്മാക്കുമ്പോഴോ അസറിന്റെ സമയത്ത് ളുഹറും അസറും കൂടി നിസ്കരിക്കലാണ്. രണ്ടിനും മസാലകൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരാള് ളുഹറിന്റെ സമയത്ത് ളുഹർ നിസ്കരിക്കുമ്പോൾ യാത്രക്കാരനാണ്. നിസ്കരിക്കുന്ന അവസരത്തിൽ ളുഹർ നിസ്കരിച്ചു, പിന്നെ അസർ നിസ്കരിക്കാൻ വേറെ തേമം ചെയ്യുന്ന ആളാണ്. ളുഹർ നിസ്കരിച്ചു, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഓൻ തേമം ചെയ്തു. ജമ്മാക്കി നിസ്കരിക്കാണ്. അസർ നിസ്കരിക്കാൻ വേണ്ടി തേമം ചെയ്തു. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇനിയിപ്പോ ഏതായാലും അസർ ജമ്മാക്കണ്ട, അസർ സമയത്ത് തന്നെ നിസ്കരിക്കാം. അസർ നിസ്കരിക്കാൻ വേണ്ടി തേമം ചെയ്തതാ. ആ തേമം ചെയ്തപ്പോ തീരുമാനിച്ചു ഇനിയിപ്പോ എന്താക്കാം, അസർ നമുക്ക് അതിനെ നേരത്തെ നിസ്കരിക്കാം, ആ ജമ്മ് വേണ്ട എന്ന് തീരുമാനിച്ച് ആ തേമം ഓന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ തേമം കൊണ്ട് അസറിന്റെ സമയമായാൽ ഓനക്ക് അസർ നിസ്കരിക്കാൻ പറ്റൂല. കാരണം അസറിന്റെ മുമ്പോ തേമെടുത്തു ചെയ്തത് കൊണ്ടിട്ട് ഈ ളുഹറിന്റെ സമയത്ത് അസറിന് വേണ്ടി ചെയ്ത ആ തേമം അസറിന്റെ സമയമായാല് ഓനക്ക് ആ തേമം കൊണ്ട് അസർ നിസ്കരിക്കാനും പറ്റൂല, ഒരു സുന്നത്തും നിസ്കരിക്കാൻ പറ്റൂല. അത്രക്ക് ഗൗരവമാണ്.
എന്നാൽ ഒരാൾ ഖളാ ആയി പോയ നിസ്കാരം, ഇപ്പോ ഒരു 12 മണി സമയത്ത്, 12:30 ആവുമല്ലോ ളുഹറാകാൻ, ഒരു 12 മണി സമയത്ത് ഒരാൾ തേമം ചെയ്തു. എന്തിനാ തേമം ചെയ്തത്? അയാൾക്ക് ഇന്നലെ ളുഹർ നിസ്കാരം ഖളാ ആയി പോയിരുന്നു. അപ്പൊ ആ ഖളാ ആയി പോയ നിസ്കാരം ഖളാ വിട്ടാൻ വേണ്ടി, ഖളാ എപ്പോഴും വിട്ടാലോ, ഏത് സമയത്തും ഖളാ വിട്ടാലോ, ഒരു 12 മണിക്ക് അയാൾ തേമം ചെയ്ത് ഇന്നലെ വ്യാഴാഴ്ച ഖളാ ആയി പോയ, അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഖളാ ആയി പോയ ആ നിസ്കാരം ഖളാ വിട്ടാൻ വേണ്ടി ഒരു 12 മണിക്ക് തേമം ചെയ്തു. തേമം ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, എന്തോ ഫോണ് വന്നു അല്ലെങ്കിൽ എന്തോ വിഷയം വന്നു, അവനക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല. അപ്പോ തന്നെ ളുഹർ വാങ്ങി കൊടുത്തു. അപ്പൊ ഈ തേമം കൊണ്ട് ഓനക്ക് ളുഹർ നിസ്കരിക്കാം. ഈ എടുത്ത തേമം ഈ ളുഹറിന് വേണ്ടി എടുത്തതല്ല. നിസ്കാരം ഖളാ ആയി പോയ നിസ്കാരം ഖളാ വിട്ടാൻ വേണ്ടി എടുത്തതായിരുന്നു. പക്ഷെ അവനക്ക് ഖളാ വിട്ടാൻ പറ്റിയില്ല. എന്തോ പിന്നെ ആ ഖളാ പിന്നെയും വിട്ടാലോ, അസറിന്റെ ശേഷം വിട്ട എപ്പോഴും വിട്ടത്. അപ്പൊ അവനക്ക് ഖളാ വിട്ടാൻ പറ്റിയില്ല. ഓനെന്തോ സംസാരത്തിലോ മറ്റോ വിട്ട്, അല്ലെങ്കിൽ വേറെന്തോ വിഷയത്തിൽ പെട്ടിട്ട് ഓനക്ക് ഖളാ വിട്ടാൻ പറ്റിയില്ലെങ്കിൽ ആ തേമം കൊണ്ട് അവനക്ക് ളുഹർ നിസ്കരിക്കാൻ പറ്റും. ഈ ഒരൊറ്റ ഘട്ടത്തിൽ മാത്രമേ സമയത്തിന്റെ മുമ്പ് എടുത്ത തേമം കൊണ്ട് സമയത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഈ ഒരൊറ്റ ഘട്ടത്തിൽ മാത്രമേ പറ്റുള്ളൂ. അതിന്റെ വിഷയം മനസ്സിലായപ്പോ ളുഹറിന്റെ മുമ്പ് ഒരാള് അതായത് പറഞ്ഞ് 12 മണി, ഈ 12 മണിക്ക് ഒരാൾ തേമം ചെയ്യണം. ആ തേമം ചെയ്യുന്നത് എന്തിനാ? ഇന്നലെ ഖളാ ആയി പോയ നിസ്കാരം ഖളാ വിട്ടാൻ വേണ്ടിട്ട്. ആ ഖളാ വിട്ടാൻ വേണ്ടി തേമം ചെയ്തു. ളുഹറായിട്ട് അവർക്ക് ഖളാ വിട്ടാൻ പറ്റിയില്ല. അപ്പൊ അവൻ്റെ അടുത്തൊരു തേമം ഉണ്ടല്ലോ, ആ തേമം കൊണ്ട് അവനക്ക് ളുഹർ നിസ്കരിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ആ തേമം ളുഹറിന്റെ മുമ്പെടുത്ത തേമാണ്. അപ്പൊ ളുഹറിന്റെ മുമ്പെടുത്ത, സമയത്തിന്റെ മുമ്പെടുത്ത തേമം കൊണ്ട് സമയത്ത് നിസ്കരിക്കാൻ പറ്റിയ ഒരേ ഒരു രൂപമേ ഉള്ളൂ. അത് ഈ രൂപത്തിലാണ്. ഖളാ ആയി പോയ നിസ്കാരം ഖളാ വിട്ടാൻ വേണ്ടി എടുത്തു, അവർക്ക് ഖളാ വിട്ടാൻ പറ്റിയില്ല. ഖളാ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ളുഹറായാലും വേറെ തേമം എടുക്കണം. കാരണം ഒരു തേമം കൊണ്ട് ഒരു ഫർദ് നിസ്കരിക്കാൻ പറ്റും, ഒരു തേമം കൊണ്ട് ഒരു ഫർദ് നിസ്കരിക്കാൻ പറ്റും. അത് സമയം ആയതിന്റെ ശേഷം എന്ന് പറയുമ്പോൾ ഫറദായ നിസ്കാരത്തിന്റെ സമയവും സുന്നത്തായ നിസ്കാരത്തിന്റെ സമയവും കടന്നതിന് ശേഷം സുന്നത്തിന് തേമം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പെരുന്നാൾക്ക് ഒരാള് തേമം ചെയ്യുകയാണെങ്കിൽ ആ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷം പെരുന്നാൾക്ക് തേമം ചെയ്യാൻ പറ്റുള്ളൂ. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമാവണം. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമാകുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമാവുള്ളൂ. അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് ഓനക്ക് തേമം ചെയ്യാൻ പറ്റൂല. പക്ഷേ സുബഹിക്ക് ഓനെടുത്ത തേമം ഓനെടുത്ത് സ്റ്റോക്ക് ഉണ്ട്. സുബഹിക്ക് എടുത്ത തേമം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ തേമം കൊണ്ട് ഓനക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റും. പെരുന്നാൾ നിസ്കാരത്തിനായിട്ടും തേമം ചെയ്തിട്ടുണ്ടെങ്കിൽ, സുബഹിക്കും തേമം ചെയ്ത് നിസ്കരിച്ചു, തേമം മുറിഞ്ഞു പോയി, മുറിഞ്ഞു, തേമം അശുദ്ധി ഉണ്ടായി, തേമം പോയി, പിന്നെ ഓൻ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തേമം ചെയ്യുമ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷമേ തേമം ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒരു തേമം കൊണ്ട് ഒരു ഫർദ് നിസ്കരിക്കാം, എത്രയോ സുന്നത്ത് നിസ്കരിക്കാം, സുന്നത്ത് ഒരുപാട് നിസ്കരിക്കാം. അതുകൊണ്ട് വിരോധം ഞാൻ. അപ്പൊ സുബഹിന്റെ മുമ്പ് സുബഹിക്ക് വേണ്ടി എടുത്ത ആ തേമം കൊണ്ട്, സുബഹിന്റെ സമയമായതിനു ശേഷം സുബഹിക്ക് വേണ്ടി എടുത്ത തേമം കൊണ്ട് ആ തേമം ബാത്തിലായിട്ടില്ലെങ്കിൽ അവർക്ക് പെരുന്നാൾ നിസ്കരിക്കാം. പക്ഷേ ആ തേമം ബാത്തിലായി പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി വേറെ തേമം ചെയ്യുകയാണെങ്കിൽ അത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമായതിന്റെ ശേഷം ചെയ്യാൻ പറ്റും. സമയനിർണിതമായ നിസ്കാരങ്ങൾ, സമയനിർണിതമല്ലാത്ത നിസ്കാരങ്ങൾ, സമയനിർണിതമായ നിസ്കാരങ്ങൾക്ക് സമയം കടന്നതിന് ശേഷം തേമം ചെയ്യാൻ പറ്റും. സമയം കടന്നതിന് ശേഷം തേമം ചെയ്ത് വിചാരിച്ചിട്ട് ഉടനെ നിസ്കരിച്ചോളണമെന്നൊന്നുമില്ല. ഇപ്പൊ ഒരാൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി തേമം ചെയ്യുന്ന വ്യക്തി, അവന് ളുഹറിന്റെ സമയമായതിന്റെ ശേഷം തേമം ചെയ്താൽ ആ തേമം ചെയ്ത ഉടനെ നിസ്കരിച്ചോളന്നില്ല. ളുഹർ ഖളാ നിസ്കരിച്ചാൽ മതി. ഇനി ളുഹർ ഖളാ ആയതിനു ശേഷം അപ്പോൾ കുഴപ്പമില്ല, ളുഹർ ഖളാ ആയതിനു ശേഷം നിസ്കരിക്കുന്നു, കുഴപ്പമില്ല. സമയമായതിന്റെ ശേഷം തേമം ചെയ്യാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. സമയമായതിനു ശേഷം തേമം ചെയ്യാൻ പറ്റുള്ളൂ. തേമം ചെയ്ത ഉടനെ നിസ്കരിച്ചോളന്നില്ല, സമയമായതിനു ശേഷം തേമം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് പറഞ്ഞ മസ്അല അതാണ്. അതായത് സമയമാകുന്നതിന് മുമ്പ് തേമം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു രൂപമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടക്കിടക്ക് തേമത്തിന്റെ മസ്അലകൾ പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് പറയല്ല, അങ്ങനെ ഓരോന്ന് പാർട്ടായിട്ട് പറയണമെന്ന് കരുതിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
മഴക്കെടുതിയും മറ്റ് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ എമ്പാടും നമ്മോട് ബന്ധപ്പെട്ട നാടുകളിലൊക്കെ ഉണ്ട്. എല്ലാവിധ കാലമുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ എമ്പാടും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ജല്ലജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ഒരു ഫറജ്, ഒരു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ 1446 ഇന്ന് മഗ്‌രിബോടുകൂടെ അവസാനിക്കുകയാണ്. ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ പുതിയ വർഷം മുഹറത്തിന്റെ, ഈ വർഷത്തിലെ മുഹറത്തിന്റെ ആദ്യ രാത്രി ഇന്ന് മഗ്‌രിബിന്റെ ശേഷം ആരംഭിക്കുകയാണ്. മാസപ്പിറവി ഇന്നലെ കണ്ടതായി എവിടെയും റിപ്പോർട്ടില്ലാത്തത് കൊണ്ട് ശനിയാഴ്ച ഒന്നായിട്ടാണ് നമ്മുടെ ഖാദിമാരൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിജറ 1446, ആ 46ന്റെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തിൽ നൽകിയ എല്ലാ ഖൈറുകളും നമുക്കും നമുക്ക് ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട ആളുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വരുന്ന വർഷം വളരെ റാഹത്തും സന്തോഷവുമുള്ള വർഷമായി, ഈ ഉമ്മത്തിന് ഒരുപാട് റഹ്മത്തും ബർക്കത്തുമുള്ള വർഷമായി അള്ളാഹു ആക്കി തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ, ഫലസ്തീനിന്റെ പ്രശ്നം, അതേപോലെയുള്ള വിഷയങ്ങൾ, ഇതിലെല്ലാം അള്ളാഹു ഒരു റാഹത്തുള്ള തീരുമാനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളൊക്കെ എല്ലാ നിലക്കും പരാജയപ്പെടുന്നത് കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളും കടങ്ങളും വിഷമങ്ങളും എല്ലാറ്റിനും ജല്ലജലാലുവായ അള്ളാഹു നമുക്ക് പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മെയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി, ഇബാദത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇന്ന് ചായയും പലഹാരം നൽകുന്നത് നമ്മുടെ പറശ്ശേരി മുജീബാണ്. മുജീബിന്റെ മരണപ്പെട്ടു പോയ പിതാവിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. മാതാവിന് ആഫിയത്ത്, സിഹത്ത്, സലാമത്ത്, ദീർഘായുസ് നൽകട്ടെ. മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളാക്കട്ടെ. എല്ലാറ്റിലും അള്ളാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി. അൽഹംദുലില്ലാഹി.